1.5 ഏക്കർ സ്ഥലത്ത് 2.5 ലക്ഷം കമുകിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കാർഷിക ലോകത്ത് അത്ഭുതമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ സ്വദേശികളായ രഞ്ജിത്തും ഷിജുകുമാറും. സുഹൃത്തിനു വേണ്ടി നല്ല കമുകിൻ തൈ തേടിയുള്ള യാത്രയാണ് ഇവരെ ഇത്തരത്തിലൊരു നേട്ടമുണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്. ഗുണനിലവാരമുള്ള തൈകൾ കിട്ടാത്തതാണ് കേരളത്തിലെ അടയ്ക്ക കൃഷി നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്നും ഇവർ പറയുന്നു. സുഹൃത്തിനു വേണ്ടിയാണ് ആദ്യം കമുകിൻ തൈ തേടിയിറങ്ങിയത്. എന്നാൽ ഗുണനിലവാരമുള്ളത് കിട്ടിയില്ലെന്ന് ബോധ്യപ്പെട്ടു. തുടർന്നാണ് സ്വന്തമായി തൈ ഉൽപ്പാദിപ്പിക്കാമെന്ന ആശയം തോന്നിയത്. അങ്ങനെ ആ തീരുമാനം ഫലം കണ്ടു. 2 സുഹൃത്തുക്കളും കൂടി ചേർന്ന് ഇപ്പോൾ സ്വന്തമായി 2.5 ലക്ഷം കമുകിൻ തൈകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. തലശ്ശേരി താലൂക്കിലെ എരുവട്ടിയിലാണ് ഇരുവരുടെയും കൃഷി. വെണ്ടുട്ടായി സ്വദേശി ഇലക്ട്രീഷ്യനായിരുന്ന രഞ്ജിത്ത് ജോലി മാറ്റിവെച്ചാണ് സുഹൃത്തും നഴ്സറി ഉടമയുമായ VN ഷിജുകുമാറും ഒന്നിച്ച് കമുകിൻ തൈകൾ മുളപ്പിക്കുന്നതിന് ഇറങ്ങിയത്. മെച്ചപ്പെട്ട തൈകൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നതും തടസ്സമായി. ഇതോടെയാണ് നാട്ടുകാർക്കായി വലിയ തോതിൽ കമുകിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇവർ തീരുമാനിച്ചത്. ഞാൻ ഒരു മുഴുവൻ സമയ കൃഷിയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് നമ്മുടെ പന്നി, കാട്ടുപന്നി അതുപോലുള്ള ശല്യങ്ങൾ, മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ കൊണ്ട് ഞാൻ പതുക്കെ പുറകോട്ടടിക്കുകയും നല്ല തൈകൾക്ക് ആൾക്കാർ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ മെല്ലെ ഒരു ചെറിയ നഴ്സറി തുടങ്ങുകയാണ് ചെയ്തത്. അത് വ്യാപിച്ചിട്ടാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തപ്പെട്ടത്. കർണാടകയിലും കാസർഗോട്ടും പോയി ഇതിനായി ഗുണനിലവാരമുള്ള അടയ്ക്ക തേടിപ്പിടിച്ചു. ഇന്റർമംഗള, മംഗള, മോഹിത് നഗർ, കാസർഗോഡൻ എന്നിവയുടെ അടയ്ക്ക ശേഖരിച്ചു. തൈകൾ പാകാൻ കണ്ടെത്തിയ സ്ഥലത്ത് വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞതായിരുന്നു അടുത്ത തടസ്സം. യുവാക്കളുടെ ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെട്ട ഖത്തറിൽ റേഡിയോ ഡയറക്ടറായിരുന്ന വെണ്ടുട്ടായിലെ മഠത്തിൽ വീട്ടിൽ യതീന്ദ്രൻ 1.5 ഏക്കർ സ്ഥലവും കിണറും വിട്ടു നൽകി. ജലലഭ്യത ഉറപ്പിക്കാൻ തോട്ടം മുഴുവൻ പ്ലംബിംഗ് നടത്തിയാണ് വിത്തുപാകിയത്. 2.5 ലക്ഷം തൈകളാണ് മുളച്ചു പൊങ്ങിയിരിക്കുന്നത്. മിതമായ വിലയ്ക്ക് തൈകൾ നാട്ടുകാർക്ക് മെയ് 2-ാം വാരം മുതൽ നൽകി തുടങ്ങുമെന്ന് യുവ കർഷകർ പറയുന്നു. നമ്മളൊരു ലാഭത്തിന് വേണ്ടിയിട്ടല്ല, നമ്മളൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് ആദ്യം തൈക്ക് കുറച്ച് നമ്മൾ തിരഞ്ഞു നടന്നതാണ്. ആ സമയത്ത് നല്ലൊരു തൈ കിട്ടാനും ഇപ്പോൾ നല്ല തൈ ഉള്ളത് തന്നെ നല്ലൊരു വില മാർക്കറ്റിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ സാധാരണക്കാർക്ക് ഒരു കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് നല്ലൊരു സാധനം കിട്ടാനും പൈസ കുറച്ച് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വിത്ത് സംഘടിപ്പിച്ച് പരമാവധി ചിലവ് മാത്രം എടുത്തിട്ട് ആ പൈസക്ക് കൊടുക്കാമെന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മളോട് ആവശ്യക്കാർ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമുക്ക് തരണം എന്നുള്ള ഇതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരുന്ന സീസൺ മുതൽ കൂടുതൽ കമുകിൻ തൈകൾ മുളപ്പിക്കാനാണ് ഇവരുടെ ആലോചന. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന മനസ്സന്തോഷം മറ്റൊന്നിൽ നിന്നും ലഭിക്കില്ലെന്നും മണ്ണിൽ കൈകുത്തിയാൽ വെറുതെയാവില്ലെന്നും ഈ സുഹൃത്തുക്കൾ പറയുന്നു. സമകാലിക മലയാളം, കണ്ണൂർ.